ശ്രീമഹാദേവീ നമ. ദേവീനാരായണീയം, ദേവീ ഭാഗവത സംഗ്രഹം 16ാമത്തെ ദശകം വർണ്ണിക്കുകയാണ്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ പറഞ്ഞു വന്ന സുദർശനന്റെ ചരിത്രം അത് തുടരുകയാണ്. ഇവിടെ സുദർശന വിവാഹത്തെയാണ് വർണ്ണിക്കുന്നത്. ശ്രുത്വാ വധൂവാക്യമരം കുമാരോ ഹൃഷ്ടോ ഭരദ്വാജമുനിം പ്രണമ്യ ആവൃച്യമാത്രാ സഹ ദേവി സത്വാം സ്മരൻ രഥേനാപ പുരം സുബാഹോ. സുദർശന രാജകുമാരൻ ദേവീദർശനത്തിന് ശേഷം രാജകുമാരിയായിട്ടുള്ള ശശികലയിൽ അനുരക്തനായി തീരുകയും തനിക്ക് ഒരു അവസരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ദൂതനായിട്ടൊരു ബ്രാഹ്മണൻ വന്ന് ശശികലയുടെ സന്ദേശത്തെ നൽകിയത്. അതുകൂടാതെയും ചില മഹർഷിമാർ, താപസന്മാർ ഭരദ്വാജ ആശ്രമത്തിൽ വരുന്ന സന്ദർഭത്തിൽ കോസല രാജ്യം സുദർശനന് വന്നു ചേരും, അത് ലഭിക്കും എന്ന് പ്രവചിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ആ ശൃംഗിവേരപുരത്തിലെ നിഷാദ രാജാവ് സുദർശനന് ഒരു തേര് സമ്മാനിച്ചു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തനിക്ക് നന്മ വന്നു ചേരാൻ പോകുന്നു എന്നതാണ്. അമ്മ മനോരമയോടൊപ്പം തന്നെ സുദർശന് ഭരദ്വാജമുനിയെ വീണ് നമസ്കരിച്ചു. അവിടുന്ന് യാത്ര പറഞ്ഞ് കാശി നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്. ദേവീ സ്മരണ ചെയ്തുകൊണ്ട് യാത്ര പുറപ്പെട്ടു. സ്വയം വരാഹൂതമഹീഭുജാംസ സഭാം പ്രവിഷ്ടോ ഹതഭീർനിഷണ്ണ കന്യാകലാ പൂർണ്ണശശീത്വസാ വിദ്യാഹുർ ജനാസ്താവഭിവീക്ഷമാണാഃ. സ്വയംവരത്തിനായി ക്ഷണിക്കപ്പെട്ട പ്രബലന്മാരായ രാജകുമാരന്മാർ ഇരിക്കുന്ന സഭയിലേക്ക് ആ സുദർശനനും എത്തിച്ചേർന്നു. നിർഭയനാണ് സുദർശനൻ. സാധാരണ ജനങ്ങളൊക്കെ ഈ സുദർശനനെയും രാജകുമാരിയായിട്ടുള്ള ശശികലയെയും മറ്റ് രാജാക്കന്മാരെയും ഒക്കെ മാറി മാറി നോക്കി. തീർച്ചയായിട്ടും നമ്മുടെ രാജകുമാരിക്ക്, ശശികലയ്ക്ക് അനുയോജ്യനായിട്ടുള്ള ആൾ സുദർശനനാണ് എന്ന് അവർക്ക് തോന്നി. അവർ അത് പരസ്പരം പറയുവാൻ ആരംഭിച്ചു. വധൂശ്ചതദ്ദർശനവർദ്ധിതാനുരാഗ സ്മരന്തി തവ വാക്യസാരം സഭാം നൃപാണാം അജിതേന്ദ്രിയാണാം ന പ്രാവിശൽ സാ പിതൃചോദിതാപി. സഭയിലിരിക്കുന്ന സുദർശനനെ വധുവായിട്ടുള്ള ശശികല കണ്ടു. താൻ പ്രതീക്ഷിച്ചതിലും സുന്ദരനാണ് ഈ രാജകുമാരൻ. ഈ സുദർശനന്റെ മുന്നിൽ മറ്റുള്ളവരൊക്കെ നിഷ്പ്രഭരായി തീർന്നു. ആ സമയത്താണ് സുബാഹു ഈ ശശികലയെ സഭയിലേക്ക് കൊണ്ടുവരികയാണ്, ഇതിൽ ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അപ്പോഴാണ് ആ ശശികല പറഞ്ഞു, വിവാഹവേദിയിലേക്ക് രാജകുമാരനായിട്ടുള്ള സുദർശനനെ വരുത്തുക, എന്നെ അദ്ദേഹത്തിന് ദാനം ചെയ്തോളൂ. ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ വരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മറ്റു പുരുഷന്മാരുടെ മുന്നിൽ ഇനിയും
ഒരു പ്രദർശന വസ്തുവായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ശശികല സുബാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ശങ്കാകുലാസ്തേ നൃപരാബഭൂവരുച്ചൈർ യുധാജിൽ കുപിതോ ജഗാദ മാദീയതാം ലോകഹിതാനഭിജ്ഞാവധൂരശക്തായ സുദർശനായ. രാജകുമാരിയായിട്ട് ശശികല സുദർശനനിൽ അനുരക്തയായിരിക്കാം എന്ന് രാജാക്കന്മാരും മനസ്സിലാക്കുകയാണ്. അക്കൂട്ടത്തിൽ വന്നു ചേർന്നവരിൽ പ്രബലനായിട്ടുള്ള യുധാജിത്ത് സഭയിൽ വച്ച് തന്നെ പറഞ്ഞു, വധുവിനെ സുദർശനന് കൊടുക്കരുത്. കാരണം രാജകുമാരി ലോകഹിതം അറിയാത്തവളാണ്, സുദർശനനാവട്ടെ ദുർബലനുമാണ്. ബാലോയമിത്യേഷ മയാശ്രമേ പ്രാഗുപേക്ഷിത സ്വോത്രരിപുത്വമേതി മായം ചവധ്വാ പ്രിയതാം വൃതശ്ചേ ഹന്യാമിമം താം ച ഹരേയമാശു. മുൻപ് ഭരദ്വാജാശ്രമത്തിൽ നിന്ന് മനോരമയെയും സുദർശനനെയും ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ് യുധാജിത്ത്. അന്ന് അങ്ങനെ ചെയ്യാത്തത് തെറ്റായി. അന്നത്തെ ആ ബാലൻ ഇന്ന് തന്റെ പ്രതിയോഗിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ ഓർക്കുന്തോറും യുധാജിത്തിന്റെ സുദർശനോടുള്ള ശത്രുത വർദ്ധിക്കുകയാണ്. ആ സുദർശനനെ ശശികലയെ കൊടുക്കരുത് എന്ന് സുബാഹുവിനോട് പറഞ്ഞു. അഥവാ രാജകുമാരി സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ സുദർശനനെ നിഗ്രഹിച്ച് ശശികലയെ പിടിച്ചു കൊണ്ടുപോകും എന്ന് സഭയിൽ വെച്ചു ഗർജിച്ചുകൊണ്ട് പറയുകയാണ്. ശ്രുത്വായുധാജിൽ വചനം നൃപാരാൻ ഹിതേഷിണ കേചിതുപേത്യ സർവം സുദർശനം പ്രോജരഥാഭിധീര സനിർഭയോ നൈവ ചാലദേവി. അങ്ങനെ ഹിതൈഷികളായിട്ടുള്ളവർ ചില രാജാക്കന്മാർ ഈ രാജകുമാരനോ രാജകുമാരിക്കോ സുദർശനനോ ശശികലയ്ക്കോ യുധാജിത്തിൽ നിന്ന് അപകടമൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് സുദർശനനെ സമീപിച്ചുകൊണ്ട് അവർ ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. എന്നാൽ സുദർശനനാവട്ടെ നല്ല ഉറപ്പുണ്ട്, എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ രാജകുമാരനാവട്ടെ യുധാജിത്തിന്റെ നേർക്ക് ശത്രുതയൊന്നുമില്ല, എല്ലാം ആ ജഗദംബികയുടെ സങ്കല്പമാണ്. എന്താണോ അവിടുത്തെ ഇച്ഛ, ആ ജഗന്മാതാവിൻ്റെ ഇച്ഛ അത് നടക്കട്ടെ. ദേവിയെ ആശ്രയിച്ച ഒരുവൻ സുരക്ഷിതനായിരിക്കും എന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുകയാണ് ഇവിടെ ആ രാജകുമാരൻ. ഏകത്ര പുത്രീ ച സുദർശനശ്ച യുധാജിതന്യത്ര ബലീ സകോപ തന്മധ്യകോ മംക്ഷു നൃപ സുബാഹുർ ബദ്ധാഞ്ജലി പ്രാഹ നൃപാൻ വിനമ്ര. ഏകത്ര പുത്രീ ച സുദർശനശ്ച യുധാജിത് അന്യത്ര ബലീ സകോപ. ഇപ്പൊ സുദർശനൻ ഈ കാശിരാജ്യത്തേക്ക് വന്നിട്ടുള്ളത് രാജകുമാരിയായിട്ടുള്ള ശശികലയെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകാനല്ല. അങ്ങനെയൊന്നും ഈ രാജകുമാരൻ പ്രവർത്തിച്ചിട്ടില്ല. എന്നിരിക്കെ സുദർശനനോട്
കാശി വിട്ടു പോകൂ എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. രാജകുമാരിയായ ശശികലയും സുദർശനനെ അല്ലാതെ മറ്റൊരാളെ ഭരിക്കുകയില്ല. പക്ഷേ ഈ ശശികല സുദർശനനെ ഭരിച്ചു കഴിഞ്ഞാൽ യുധാജിത്ത് ആക്രമണത്തിന് മുതിർന്നു എന്ന് വരാം. ഇവിടെ യുധാജിത്ത് പ്രബലനാണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കാശി രാജാവായിട്ടുള്ള സുബാഹു സഭയിൽ വെച്ച് വിനയത്തോടു കൂടിയിട്ട് പറയുകയാണ്, നൃപാവചോമേ ശൃണുതേഹ ബാല നായാദിപുത്രീ മമ മണ്ഡപേത്ര ദക്ഷമ്യതാം ശ്രോത്ര നയാമ്യഹം താം യാതാദ്യവോ വിശ്രമമന്ദിരാണി. വിവാഹം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിവാഹമണ്ഡപത്തിൽ ആരും കാത്തിരിക്കേണ്ടതില്ല. എല്ലാവരും വിശ്രമസ്ഥലങ്ങളിലേക്ക് പോകൂ. പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം വിവാഹമണ്ഡപത്തിലേക്ക് തൻ്റെ പുത്രിയെ ശശികലയെ കൊണ്ടുവരാൻ തനിക്ക് ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുബാഹു അങ്ങനെ ഒരു നിർദ്ദേശം അവിടെ വെച്ചിട്ടുള്ളത്. തൽക്കാലം തൻ്റെ പുത്രിയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു വഴിയുമില്ല എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഗതേഷു സർവേഷു സുദർശനസ്തു ത്വാം സംസ്മരൻ മാതൃഹിതാനുസാരി സുബാഹുനാ തന്നിശിതേന ദത്താം വധും യഥാവിദ്യു യുവാഹദേവി. സുബാഹുവിൻ്റെ ആ ഒരു അപേക്ഷ കേട്ട് രാജാക്കന്മാർ കാശിയിൽ തന്നെ അവർക്കായി നിയോഗിച്ചിട്ടുള്ള വിശ്രമ മന്ദിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ യുധാജിത്തിനെ പോലെയുള്ളവർ അല്പം സംശയദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത്. എല്ലാവരും വിശ്രമ സങ്കേതങ്ങളിൽ രാത്രി സമയം കഴിച്ചുകൂട്ടുന്നു. അപ്പോഴാണ് രാത്രിയിൽ സുബാഹു സുദർശനനെ അന്തഃപുരത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ വച്ച് ആ ശശികലയെ സുദർശനായിട്ട് നൽകുകയും ചെയ്തു. അമ്മയുടെ അനുമതിയോടുകൂടിയിട്ട് ദേവീ സ്മരണ ചെയ്തുകൊണ്ടാണ് സുദർശനൻ ശശികലയെ വിവാഹം ചെയ്തു. അങ്ങനെ അവിടെ വെച്ചിട്ട് രാത്രി സമയത്താണ് ആ വിവാഹം നടത്തിയത്. പ്രാതർയുധാജിൽ പ്രബലോ വിവാഹ വാർത്താം നിശമ്യാപ്തരുഷാ സസൈന്യ സുദർശനം മാതൃവധൂസമേതം യാത്രോന്മുഖം ഭീമരവോരുരോധ. പ്രഭാതത്തിൽ ഈ വിവാഹ വാർത്തയെക്കുറിച്ച് അറിയുന്ന യുധാജിത്ത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റു രാജാക്കന്മാർ ഞങ്ങളെല്ലാം വഞ്ചിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുകയും അവർ സൈന്യസമേതം കാശി രാജ്യത്തിന്റെ ഗോപുരത്തിൽ കാത്തു നിൽക്കുകയാണ്. സുദർശനൻ ശശികലയോടുകൂടി തൻ്റെ അമ്മയായിട്ടുള്ള മനോരമാദേവിയോടും ഒപ്പം തേരിൽ കയറി യാത്ര പുറപ്പെടുകയാണ്. ഗോപുരത്തിൽ കൂടി പുറത്തേക്ക് കടക്കുന്ന വേളയിൽ യുധാജിത്ത് മറ്റു രാജാക്കന്മാർ സൈന്യങ്ങളോടുകൂടി ആ സുദർശനനെ തടഞ്ഞു നിർത്തുകയാണ്. തതോരണേ ഘോരതരേ സുബാഹു ക്ലീം ക്ലീമിതീശാനി സമുച്ചചാര
തത്രാവിരാസി സമരാങ്കണേ ത്വം സിംഹാധിരൂഢ സ്വജനാർത്തിഹന്ത്രി. ഗോപുരദ്വാരത്തിൽ വച്ച് യുധാജിത്ത് സൈന്യങ്ങളോടൊപ്പം സുദർശനനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ശശികലയുടെ അച്ഛനായിട്ടുള്ള കാശി രാജാവായിട്ടുള്ള സുബാഹു ആ ദേവിയുടെ കാമരാജമന്ത്രത്തെ ജപിക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും സിംഹാരൂഢയായിട്ടുള്ള ദേവി യുദ്ധരംഗത്ത് പ്രത്യക്ഷയാവുകയും യുദ്ധരംഗത്ത് ഒരു സ്ത്രീയുടെ സാന്നിധ്യം കണ്ടിട്ട് യുധാജിത്ത് സൈന്യങ്ങളും ഹാസ്യരൂപേണയാണ് ആ ദേവിയോട് ഏറ്റുമുട്ടുന്നത്. ത്വന്നാമഗായൻ കഥയൻ ഗുണാംസ്തേ ത്വാം പൂജയംശ്ചാത്ര നയാമി കാലം സ്വപ്നേപി ദൃഷ്ട്വാ നമയാ ത്വമംബേ കൃപാം ഗുരുത്വം മയി തേ നമോസ്തു. സുദർശനനും ശശികലയ്ക്കും ഒക്കെ ജാഗ്രത്തിലും സ്വപ്നത്തിലും ദർശനം നൽകി ആ ദേവി. എന്നാലിവിടെ ഈ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണ്. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒന്നും തന്നെ ഇത്രയും കാലമായിട്ടും ആ ദേവിയെ ആരാധിച്ചിട്ടും തനിക്ക് ഒരിക്കൽ പോലും ദർശനം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദർശനം നൽകിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദേവിയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പ്രണമിക്കുകയാണ്. തേ നമോസ്തു, ഹേ ജഗദംബികയെ അവിടുത്തെ നമസ്കരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ 16-ാം ദശകത്തെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവ്യൈ നമഃ.